ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് മൂവീസ് റിവ്യൂസ് ഒക്കെ കണ്ട് സിനിമ കാണാൻ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ ഈ പ്രാവശ്യം ഒരു സിനിമ പോയി കണ്ട് കുറേ റിവ്യൂസ് ഒക്കെ കേട്ട് പോസിറ്റീവ് റിവ്യൂസ് കേട്ട് ഞാൻ ആട്ടം പോയി കണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നടാവേ, ഇത്രയും റിവ്യൂസ് കേട്ട് പോസിറ്റീവ് കേട്ടിട്ട് ഞാൻ പോയി കണ്ട ഇതോ ഒരു അലിഞ്ഞ പടം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. കാരണം ഗംഭീരമായൊരു പടമാണിത്. ഗംഭീരം, സൂപ്പർ കിടു മൂവി. എന്താ പറയുക, ഇതിൻ്റെ സംവിധായകനാണ് അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് രണ്ടും ഒരാൾ തന്നെയാണ്. ഒരു എന്താ പേര്, ആനന്ദ് ഏകർഷി. ഞാൻ അതിൻ്റെ ഒരു ഏകർഷി അതൊരു പേര് കേൾക്കുന്നത്. പുള്ളിയുടെ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി പടമാണ്. നല്ല രീതിയിൽ തിരക്കഥ, സംവിധാനം, ഒരു രക്ഷയില്ല കേട്ടോ. സിനിമയുടെ ഫുൾ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കണം. സംവിധായകന് അനേക തിരക്കഥാകൃത്തുമായിട്ടുള്ള ആനന്ദ് ചേട്ടാന്ന് പറയാം. പുള്ളി ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടാണ്. കാരണം പറയാൻ വാക്കുകളില്ല. ഇതിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വിനയ് ഫോർട്ട് ഉണ്ട്, സെറിൻ ഷിഹാബ്, അതൊരു പെൺകുട്ടിയാണ്. പിന്നെ കലാഭവൻ ഷാജോൺ, സുധീർ ബാബു, അങ്ങനെ ഒരുപാട് കുറച്ചൊരു 10, 15, 16 ക്യാരക്ടേഴ്സോളം ഇതിനകത്ത് മെയിനായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു നാടക ഗ്രൂപ്പിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു പെൺകുട്ടിയായിട്ട് മാത്രം, ബാക്കി എല്ലാവരും ആണുങ്ങൾ. അവരുടെ ഒരു നാടക ഗ്രൂപ്പിൽ അതിലുണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പോയി കാണുമ്പോൾ ഉള്ള എല്ലാം പോകുന്നുള്ളൂ. അത് കണ്ട് 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 നമ്മൾ ചില കൺഫ്യൂഷനൊക്കെ അടിച്ച് ഈ സിനിമ അങ്ങനല്ലേ, ഈ ഞാൻ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന റൂട്ടിലൂടെ അല്ലേ ഈ വണ്ടി പോകുന്ന അല്ലെങ്കിൽ ഈ സിനിമ പോകുന്നൊക്കെ നമ്മൾ ചിന്തിച്ചൊക്കെ പോകും. പക്ഷെ അങ്ങനെയൊന്നും ആവാതെ ഇങ്ങനെ ഒരു നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിച്ച് ഒരു പരിധിയിലെത്തിയിട്ട് അവസാനം നമ്മളെ വിജയ് തുപ്പായിക്കകത്ത് വില്ലനെ കൊന്നിട്ട് പറയത്തില്ലേ, സസ്പെൻസോടെ ചാവ്, നമ്മളതുപോലെ തിയേറ്ററിൽ നിന്ന് വിട്ടിറങ്ങേണ്ട അവസ്ഥ വരും. ചിന്തിച്ച് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇറങ്ങിക്കഴിയുമ്പോൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും സിനിമ കാണുമ്പോഴും നമ്മൾ ചിന്തിച്ച് തന്നെ ഇരിക്കുന്നത്. കാരണം ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനല്ലേ നമുക്കങ്ങനെ തോന്നും. ആ രീതിയിലാണ് സിനിമ കൊണ്ടുപോകുന്നതും ആൾക്കാരുടെ കഥാപാത്രങ്ങളുടെ പ്രസൻറ്റേഷൻ രീതിയും എല്ലാം നമുക്ക് ഇങ്ങനാണോ എന്ന് ചിന്തിപ്പിച്ചു പോകും. പക്ഷേ ഇങ്ങനായിരിക്കും, പിന്നെ ഇങ്ങനല്ലായിരിക്കും, ആ രീതിയിലാണ് സിനിമ പോകുന്നത്. അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ സിനിമ പോയി കണ്ട സമയത്ത് ഒരു 10-15 പേരെ ഉള്ളായിരുന്നു. ഈ ഒരു നല്ലൊരു പടമൊക്കെ കാണാൻ ആകെ തിയേറ്ററിൽ 2 ഷോ ഉള്ളൂ. ഇന്ന് രാവിലെയും ഇന്ന് രാത്രി 9:30 ഉള്ളൂ. 2 ഷോ ആണ്. ഇത്രയും നല്ലൊരു സിനിമയ്ക്ക് ആൾക്കാർ അറിഞ്ഞ് നല്ല റിവ്യൂസാണ് വന്നിരിക്കുന്നത്. എല്ലാം ഞാൻ റിവ്യൂസ് കണ്ടാണ് പോയി കണ്ടത്. അതുകൊണ്ട് ഈ വീഡിയോസ് കാണുന്നവർ പറയാനുള്ളത് പോയി കാണുക. നിങ്ങളെ എത്തി കുറച്ച് ചിന്തിപ്പിക്കും. ഈ കാലത്തിന് പറ്റിയതും പഴയ നമ്മുടെ ക്ലാസിക് ത്രില്ലറൊക്കെ ഉണ്ടല്ലോ, പഴയ നമ്മൾ എന്താ പറയുക ഇപ്പോഴും ഓർമ്മിച്ച് വെക്കുന്ന കുറേ ക്ലാസ് ത്രില്ലറുകളൊക്കെ ഉണ്ട്. അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാന ശൈലിയും തിരക്കഥയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു ത്രില്ലർ മൂഡിലാണെങ്കിലും നമുക്ക് അതിനൊരു ഗംഭീരമായ BGM ഒക്കെ കുത്തിക്കയറ്റി ത്രില്ലടിപ്പിക്കേണ്ട കേസില്ല. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ലാതെ തന്നെ നമ്മളിങ്ങനെ പിടിച്ചെടുത്ത് ചിന്തിപ്പിച്ച് കൊണ്ടുപോകും. നമ്മളും അവരോടൊപ്പം തന്നെ ചിന്തിച്ച് കൊണ്ടുപോകുന്ന ഒരു സിനിമ. ഇതിലെ ആ നാടക ഗ്രൂപ്പിൽ ഒരു 12 പേരോളം ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ല, അതിൽ ഒരാൾ പെൺകുട്ടിയാണ്. അത്രയും പേര് ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി, ആ കുട്ടി വേറെ ഏത് സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ വേറെ സിനിമ കണ്ടിട്ടില്ല, അത് ഓർക്കാത്തതായിരിക്കും. എന്തായാലും ഗംഭീരമായ പെർഫോമൻസാണ് ആ പെൺകുട്ടി കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ അതിലെ ഓരോ ആൾക്കാർ, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇനി ഇവർക്ക് പറ്റിയ കുറേ ക്യാരക്ടേഴ്സൊക്കെ മലയാള സിനിമയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ കുറേ ആൾക്കാരിനകത്തുണ്ട്. ഗംഭീരമായുള്ള പുതുമുഖങ്ങളും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. എന്നൊരു രക്ഷയില്ല. എല്ലാവരും പോയി കാണണം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റിംഗിലായിരിക്കും, OTT വരട്ടെ, വലിയ ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ അല്ലെങ്കിൽ വിജയുടെ പടമൊന്നും അല്ലല്ലോ തിയേറ്ററിൽ പോയി കാണും. പക്ഷേ ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ വിജയിപ്പിക്കേണ്ട ഒരു പടമാണ്. നമുക്കങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഒരു കൊള്ളാത്ത പടമോ ഒന്നും അല്ല. നിങ്ങൾ വലിയ എൻ്റർടൈൻമെൻറ്റ്, വലിയ കോമഡി, മാസ്, ആക്ഷൻ അതൊന്നുമല്ല. പക്ഷേ ഇതൊരു ക്ലാസ് മൂവിയാണ്. എല്ലാവരും കാണേണ്ട ഒരു മൂവി. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു എഴുന്നേറ്റ് അത് ഞാൻ പറഞ്ഞില്ല, തിരിച്ചറിഞ്ഞ് വരുമ്പോൾ നമ്മൾ സസ്പെൻസോടെ ആയിരിക്കും വരുന്നത്. അതുപോലത്തെ ഒരു മൂവിയാണ്. എല്ലാവരും പോയി കാണുക. ഗംഭീര പടമാണ്. ഇത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ പറ്റില്ല. സിനിമയെക്കുറിച്ച് നമ്മൾ കഥ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം അങ്ങ് പോകും. നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഗംഭീര പടമാണ്. എല്ലാവരും പോയി കാണുക. ഓക്കെ.